ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് കുക്കർ കൊണ്ടുള്ള ടിപ്സാണ് കേട്ടോ. നമ്മൾ പപ്പടമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും തന്നെ കാണില്ല. എന്ത് നമ്മൾ കഴിച്ചാലും അതിൻ്റെ കൂടെയൊക്കെ പപ്പടം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊന്നും കഴിക്കാൻ പറ്റില്ല, എണ്ണയിലൊക്കെ വറുത്ത്. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ പപ്പടം ഒരു തുള്ളി എണ്ണ ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു കുക്കർ ഉപയോഗിച്ചാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് പപ്പടം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ അതിനേക്കാൾ എളുപ്പത്തിൽ ഉപ്പൊന്നും ഇടാതെ തന്നെ ഈ ഒരു കുക്കർ ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ ഈ ഒരു പപ്പടം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഉപ്പിനേക്കാളും ഇതുപോലെ ഒന്ന് പപ്പടം ഇത് ചുട്ടെടുക്കുന്നതാണ് എളുപ്പമായിട്ട് തോന്നിയത്. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ എത്ര പപ്പടം നിന്നാലും കുഴപ്പമില്ല കേട്ടോ. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് പപ്പടമൊക്കെ ചുട്ടെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പം നമ്മൾ എണ്ണയൊക്കെ വീത്തി പപ്പടം പൊള്ളിച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്കിതുപോലെ പൊള്ളിച്ചെടുക്കാം. കണ്ടോ, നല്ലതുപോലെ അതൊക്കെ ആ ഒരു കുമിള പോലെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ട് ഇപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തതും കുക്കർ ഉപയോഗിച്ചുള്ള ഒരു ടിപ്സ് തന്നെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റൊക്കെ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എള്ളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നല്ല മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു എരിക്ക്, ഞാൻ ഇതിൽ പച്ചമുളക് ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരു ചെറിയ എരിക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം 1/2 കപ്പ് റവ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ റവ മാവ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി തീ കുറച്ച് വെച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു 5 മിനിറ്റ് ആ റവ നല്ലതുപോലെ ഒന്ന് കുറുകി വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത ശേഷം ഈ ഒരു കുക്കർ മൂടി വെച്ച് അതിനൊരു 10 മിനിറ്റ് ഒന്ന് നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തണുത്ത് കിട്ടുമ്പോൾ തന്നെ അത് നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടും. അതിനുശേഷം നമുക്കിതുപോലെ ഒരു പാത്രത്തിലെടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് നമ്മൾ ഉരുട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കുക്കറിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമുക്കിതുപോലെ ഒന്ന് കുറച്ച് എണ്ണ മതി കേട്ടോ, അധികം എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട. ആ ഒരു കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമുക്കിതിനെ ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അധികം ഇത് മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ അധികം വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറില്ല. ഞാൻ കല്ലിലിട്ടാണ് തുണിയൊക്കെ നനയ്ക്കുന്നത്. പിന്നെ എൻ്റെ ഇടയ്ക്ക് മാത്രം മക്കളാണ് ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാഷിംഗ് മെഷീൻ കുറേ ദിവസം ഉപയോഗിക്കാതൊക്കെ ഇരിക്കുമ്പോൾ അതിന് നിറയെ പൊടിയൊക്കെ അടിച്ച് ഒട്ടും തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ തുണിയൊക്കെ നനയ്ക്കുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ആ തുണിയിൽ വരും. അതുപോലെ തന്നെ അതിലുള്ള അഴുക്കും അതെല്ലാം ആ തുണിയിലൊക്കെ പിടിച്ച് ഒട്ടും തന്നെ വൃത്തിയില്ലാതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന വാഷിംഗ് മെഷീനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ നമ്മളത് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ആ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാവൂ.
അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ഷാമ്പു നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പോഞ്ച് ഉപയോഗിച്ച് ആ ഒരു വാഷിംഗ് മെഷീൻ്റെ അകമൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ അഴുക്ക് പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ അതെല്ലാം അത് പോയി കിട്ടും. നമ്മൾ സ്ഥിരമായിട്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് വേറെ കുഴപ്പമില്ല. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്നിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ നിറയെ അഴുക്കും അതുപോലെ തന്നെ ചെറിയ സ്മെല്ലൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ അതവിടെ ആ ഒരു എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നല്ലതുപോലെ വൃത്തിയായി കിട്ടും. അതുമാത്രമല്ല നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മണമായിരിക്കും കേട്ടോ അതിൻ്റെ അകമൊക്കെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഒരു വെള്ളമൊക്കെ ഉപയോഗിച്ച് എല്ലായിടത്തും ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കറക്കി കളയുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം നമ്മളതിനെ ഒന്ന് കറക്കി അതിൻ്റെ അകത്തുള്ള വെള്ളം എല്ലാം നമ്മളൊന്ന് കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുന്ന വാഷിംഗ് മെഷീനൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം തന്നെ തുണികളിൽ വരില്ല. അതുമാത്രമല്ല പൊടികളൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ ആ തുണികളിൽ പെട്ടി പിടിക്കാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം നമ്മളൊന്ന് കളഞ്ഞ ശേഷമാണ് ഞാൻ ഇതിലേക്ക് തുണികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ വാഷിംഗ് മെഷീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഒട്ടും തന്നെ പൊടിയോ അഴുക്കോ അതിൻ്റെ ഒരു ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തുണിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ തുണി നനച്ചെടുക്കേണ്ട സ്റ്റെപ്പായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കംഫർട്ടാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കാതെ വച്ചിരിക്കുന്ന വാഷിംഗ് മെഷീനൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ ആ തുണിയിലൊക്കെ ചെറിയ ഉക്കൽ ആ ഒരു പുഴുവിയ സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ആ ഒരു വെള്ളം വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ആ പൊടിക്ക് പകരം നമ്മൾ പൊടി ഇടുന്ന ആ ഒരു അതിലേക്ക് നമുക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതിവിടെ കുറച്ച് കംഫർട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ ഒരു കംഫർട്ടും അതിലേക്ക് പോവും. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് തുണിയിലുള്ള ഉക്കലിൻ്റെ സ്മെല്ല് അതുപോലെ തന്നെ ആ ഒരു ഇതെല്ലാം ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ തുണി നനച്ച് അത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വാഷിംഗ് മെഷീൻ എന്ന് വെച്ചാൽ പകുതി ഉണക്ക് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിവിടെ എല്ലാം ഒന്ന് തുണികളിലേക്ക് നല്ലൊരു മണം കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു വാഷിംഗ് മെഷീൻ്റെ അകത്തൊക്കെ നല്ലൊരു മണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനതിവിടെ തുണിയെല്ലാം നല്ലതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. അധികം ഉണങ്ങി കിട്ടില്ല, പകുതി ഉണക്കേ കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറ്റിയ ശേഷം നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ ഈ ഒരു കംഫർട്ടും അതുപോലെ തന്നെ നമ്മൾ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ തുണിയൊക്കെ നനയ്ക്കുമ്പം അതിൻ്റെ ഒരു സ്മെല്ല് ആ വാഷിംഗ് മെഷീനിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് ഈ ഒരു വാഷിംഗ് മെഷീൻ ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം നമ്മൾ മൂടിയിടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.